ഇനി ഒരിക്കലും അല്ലേ ശ്യാമേട്ട. അപ്പൊ 47 ഡിസ്ചാർജ് ആയി പാക്കരാണ്ടന്റെ പൊതിയോ? അത് ഞാൻ നേരത്തെ എഴുതുന്നില്ല എന്റെ കർത്താവീശോമിശിയായേ. നമുക്ക് എന്തിനാ അച്ചായ ഈ വാശിയും വൈരാഗ്യമൊക്കെ? വേണ്ട ഗംഗേ, നമുക്ക് നമ്മുടേതായി ഇനി ഒരു കുഞ്ഞു വേണ്ട. ഡോക്ടറും അങ്ങനെ തന്നെ പറയും. ശ്യാമേട്ട, ഇനി എന്റെ ഗംഗ വേദന തിന്നുന്ന കാണാൻ എനിക്ക് വയ്യ. നമുക്ക് ആ സ്നേഹമോടെ ദത്തെടുത്ത് വളർത്താം. നമ്മുടെ സ്വന്തം കുഞ്ഞായി നമുക്ക് അവളെ വളർത്താൻ ഗംഗേ. ഗംഗേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ ഗംഗേ? എന്താണെങ്കിലും നീ എന്നോട് പറ. ഇനി ഒരിക്കലും അല്ലേ ശ്യാമേട്ട. ഗംഗേത് കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കൂതി. ഒന്ന് പോടും. അയ്യോ എന്റെ പൊന്നുമോളെ, ആന്റപ്പനങ്കിള് സത്യമായിട്ടും ആ പെമ്പർ നോത്തിയെ കണ്ട് പാടിയതല്ല. ഇതൊന്നും ഡോക്ടറോട് ചെന്ന് പറഞ്ഞേക്കല്ലേ. അയ്യോ എന്റെ അമ്മച്ചി, ആന്റപ്പനങ്ങള് പാവല്ലേ മോളെ. കടങ്കഥ ചോദിച്ച അങ്കിള് ചുറ്റി പോകത്തേ ഉള്ളൂ. അങ്കിളിന് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നേ. അയ്യോ ഇത് വണ്ടി കസേരയല്ല, വീൽ ചെയറാ. നടക്കാൻ വയ്യാത്തവരെ കൊണ്ടുപോകാനുള്ളതാ. പോടി കള്ളി, വാ കാറ്. അങ്ങനെ പിടിച്ചിരുന്നോ? ആ കൂപ്പു കൂപ്പു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, വെള്ളമടിക്കും തീവണ്ടി, ബീഡി വലിക്കും തീവണ്ടി. തീവണ്ടി ആരാ? ഒയ്യോ ആ എന്നാ മതി, ഇറങ്ങിറങ്ങ, സൂചിച്ചത് മതി. വേണ്ട വേണ്ട, നീ സ്നേഹമോളല്ല പാരമോളാ. അങ്ങോട്ടിറങ്ങ. ആശുപത്രിയിലെ രോഗികൾക്ക് കൊടുക്കാൻ മടത്തിയത് തന്നുവിട്ട ചോറുപതി ആരും കാണാതെ തന്നെത്താൻ വെട്ടി വിഴുങ്ങല്ലേ? കുടി.
ആന്റപ്പോ ഇത് ആദ്യം വന്ന പൊതിയാ. 28-ലെ രോഗി ഡിസ്ചാർജ് ആയി പോയി. പിന്നെ ഇത് തിരികെ കൊണ്ടുപോകണ്ടല്ലോ എന്ന് ഓർത്താ. അങ്ങനെയാണെങ്കിൽ 32-ലെ രോഗി രാവിലെ ഡിസ്ചാർജ് ആയി പോയല്ലോ. ആ പൊതിയോ? അതും ഞാൻ തിന്നു. അപ്പൊ 47 ഡിസ്ചാർജ് ആയി പാക്കറാണ്ടന്റെ പൊതിയോ? അത് ഞാൻ നേരത്തെ തിന്നില്ല എന്റെ ആന്റപ്പ. എന്റെ കർത്താവീശോമിശിയായി, ഈ വരനാര് പോലെ ഇരിക്കുന്ന തന്റെ ദേഹത്തിന്റെ ഏത് ഭാഗത്തോട്ടാണോ ഇതെല്ലാം കേറി പോകുന്നത്? പടവലത്തിന് വളമിടുന്ന പോലെ ആണല്ലോടോ. ഓ പിന്നെ വിശന്നപ്പോ ഒരു പിടി ചോറ് വാരി തിന്നത് അത്ര വലിയ തെറ്റായി പോയെങ്കിൽ കർത്താവ് ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ. ഓ പിന്നെ കണക്കായി പോയി, കൊണ്ടുപോയി കേസ് കൊടു. അല്ല പിന്നെ എടോ ചെന്ന് സോപ്പിടോ, തന്റെ പണി പോവും. എന്റെ ആന്റപ്പോ ഫിലിപ്പോസ് വേറെ ഉപദേശി മാത്രമല്ല, ഒരു വക്കീൽ കുമസ്തനും കൂടെയാ. വകുപ്പൊക്കെ ഫിലിപ്പോസിന് നല്ലോണം അറിയാം. ആ പിന്നെ ആ കൊച്ചിനെ ഇങ്ങനെ എല്ലാരും കൂടെ തലയെ കയറ്റി വെക്കരുത്. വെടിമരുന്നാ അത്, വെടിമരുന്ന്. താനൊന്ന് പോടും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എന്നാലും തന്നെ സമ്മതിക്കണം, 3 പൊതി ചോറേ. ഇടാ എന്തായാലും ഞാൻ അത് തിരിച്ചു കൊണ്ടുപോകണം. എങ്കിൽ പിന്നെ കൈ കൊണ്ടുപോകണതിൽ പകരം വയറ്റിലാക്കി കൊണ്ടുപോകണമെന്ന് അങ്ങ് കരുതിയാ മതി. നടന്നു പോകാവോ അതോ വീൽ ചെയറോ മറ്റോ? പോടോ. ഓരോരോ വികല ജന്മങ്ങളെ, ദൈവത്തിന്റെ വികൃതികൾ അല്ലാതെന്താ. മോളിക്കുട്ടി, മോളിക്കുട്ടി, വാ എഴുന്നേക്കാം. ഇതൂടം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങ്. ഉണർന്നെഴുന്നേക്കുമ്പോഴത്തേക്ക് ക്ഷീണവും വിമ്മിഷ്ടവും ഒക്കെ പമ്പ കിടക്കും. ഇപ്പോഴെനിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല ചായ. ആ, ഇതൂടെ ചെല്ലുമ്പോഴേ അങ്ങ് ശരിയായിക്കോളും. അയ്യോ, മണി 1 കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നീ അവിടെ കിടക്കൻ്റെ മോളിക്കുട്ടിയെ, കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാർ, ചമ്മന്തി, പിക്കിള്, എന്താ പോരെ? പിന്നെ മോർച്ചറി ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അല്ല, ഇനിയിപ്പം നിനക്ക് വേറെ വല്ലതും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ദേ, 1/2 കൈയുടെ ഞാൻ നോക്കാം. എന്നാ പറയുന്നു? അച്ചായൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓഹോ, പിന്നെ തൈരിനകത്തൊരു ഇത്തിരി സവാളയും തക്കാളിയും മുറിച്ചിടുന്ന വലിയ കാര്യമില്ല. പിന്നെ മിക്സിയിലിട്ട് അടിച്ചൊരു ചെറിയ ചമ്മന്തി. അത് പോട്ടെ, നിനക്ക് വിശക്കുന്നുണ്ടോ? വേണമെങ്കിൽ അല്പം കഞ്ഞിയാക്കി എടുക്കാം. വേണ്ട ചായ, ഏതായാലും ഇച്ചിരി കഴിയട്ടെ. അച്ചായന് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ. ഞാൻ കഴിച്ചോളാം. നീയല്ലേ സൂക്കേടുകാരി. സൂക്കേടിന്റെ കാര്യത്തിൽ മനസ്സുകൊണ്ട് നമ്മൾ രണ്ടാളും ഒരുപോലെയല്ലേ അച്ചായ? കാലത്തുണരുകയും
രാത്രിയിൽ ഉറങ്ങുകയും ചെയ്തതിനിടയിൽ ചില ചടങ്ങുകളെ പോലെ ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്താ അച്ചായ ഉള്ളത്? ജീവിതത്തിന്റെ പൊതു സ്വഭാവം ഇത് തന്നെയാണ് മോളിക്കുട്ടി. പിന്നെ പലർക്കും അത് പല രീതിയിലാണെന്ന് മാത്രം. ജീവിച്ചു തീർക്കുക, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ അച്ചായ ഈ വാശിയും വൈരാഗ്യമൊക്കെ? നീ എന്താ മോളിക്കുട്ടി ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ മക്കളല്ലാതെ ഈ ലോകത്ത് വേറെ ആരാ അച്ചായ ഉള്ളത്? അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? രണ്ടു മക്കളെ പ്രസവിച്ചിട്ടും ഇപ്പോൾ അവരെ ഒന്ന് അടുത്ത് കാണാൻ പോലുള്ള ഭാഗ്യമില്ലല്ലോ എന്ന് ഓർക്കുമ്പോ കെവിൻ പഠിക്കല്ലേ മോളി? ക്ലാരയോ? അച്ചായന് കെവിനേക്കാൾ ഇഷ്ടമല്ലായിരുന്നോ ക്ലാരയെ? അവളല്ലായിരുന്നോ അച്ചായനല്ല? ഇപ്പോഴും അതങ്ങനെ തന്നെ. പക്ഷേ അവളതറിയുന്നില്ലല്ലോ മോളി. എന്റെ മോൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ചായൻ അവളെയും മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാനോ? അച്ചായ, നമുക്ക് അവളെ ഒന്ന് പോയി കണ്ടാലോ അച്ചായ? എന്നിട്ട് എന്തിനാ മോളി നിരാശയോടെ മടങ്ങി വരാനോ? വീണ്ടും നമ്മൾ ദുഃഖിക്കാനോ? വേണ്ട മോളി, അതൊന്നും വേണ്ട. എനിക്കിനി വയ്യ. അച്ചായൻ ചെന്ന് വിളിച്ച അവള് വരുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. അച്ചായന്റെ പൊന്നു മോളല്ലേ അവള്. പോകാം അച്ചായ. പോകാം, നമുക്ക് പോയി അവളെ വിളിക്കാം. പക്ഷേ ആ കുഞ്ഞോ? അതിനെ ഉപേക്ഷിച്ചിട്ട് അവൾ വരുമോ മോളി? അവളതിന് തയ്യാറാകുമോ? ഇല്ലെന്ന് അവള് പലതവണ എന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലേ മോളി. അവക്ക് ആ കുഞ്ഞിനെ പിരിയാൻ കഴിയില്ലെങ്കിൽ അതിനെ കൂടെ നമുക്ക് മോളി, ആ അനാഥാലയത്തിൽ കിടന്ന് നമ്മുടെ മോള് ജീവിതം പാഴാക്കി കളയുന്നതിലും ഭേദമല്ലേ അച്ചായ? ആ കുഞ്ഞു കൂടെ ഉണ്ടെങ്കിലും അവളുടെ ജീവിതം പാഴാകില്ലേ മോളി? അതെന്താ നീ ചിന്തിക്കാത്തത്? നമ്മുടെ സ്നേഹമോള്, നമ്മുടെ ക്ലാരമോളുടെ കുഞ്ഞ്, അവള് മരിച്ചിട്ടില്ലെന്ന് നമുക്ക് വിശ്വസിച്ചൂടെ അച്ചായ? വിശ്വസിക്കാം. ക്ലാരയെ പോലെ വേണമെങ്കിൽ നമുക്കും വിശ്വസിക്കാം. പക്ഷേ ഈ സമൂഹം അത് വിശ്വസിക്കുവോ? പള്ളിയും പട്ടക്കാരും അത് വിശ്വസിക്കുവോ? മൈക്കിൾ അത് വിശ്വസിക്കുവോ? നമ്മുടെ വിശ്വാസമല്ല അച്ചായ മുഖ്യം. പിന്നെ മൈക്കിള്, അവൻ ഇനി വരുമെന്ന് അച്ചായന് തോന്നുന്നുണ്ടോ? അഥവാ വന്നാൽ തന്നെ ക്ലാര അവനെ വീണ്ടും സ്വീകരിക്കുന്നു തോന്നുന്നുണ്ടോ?